പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് ഗൗരവമായി തന്നെ പരിഗണിച്ചു ഭാരതം. ഇന്ത്യയിൽ നിന്നുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ, ജൈവ രാസവസ്തുക്കൾ, പഞ്ചസാര തുടങ്ങിയ പ്രധാന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയെ കാര്യമായി ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ നീക്കം വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ഇന്ത്യ വ്യാപാര നിയന്ത്രണങ്ങൾ കടുപ്പിച്ചാൽ പാകിസ്ഥാനിൽ തീർച്ചയായും മരുന്നുകളുടെ കടുത്ത ക്ഷാമം അനുഭവപ്പെടാനിടയുണ്ട്. മരുന്നുകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ 30 മുതൽ 40% വരെ പാകിസ്ഥാനിലേക്ക് എത്തുന്നത് ഇന്ത്യയിൽ നിന്നുമാണ്. ഇതിൽ ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളും, അതായത് APIകൾ, വിവിധ നൂതന ചികിത്സാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിർത്തിയാൽ അത് പാകിസ്ഥാനിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ സാരമായി തന്നെ ബാധിക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ നിലവിലെ വ്യാപാര നിയന്ത്രണങ്ങൾ ഔഷധ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പാകിസ്ഥാൻ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മരുന്നുകളുടെ ക്ഷാമം ഒഴിവാക്കാൻ പാകിസ്ഥാൻ അധികൃതർ അടിയന്തര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ തേടുകയാണെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. അട്ടാരിയിലെ ചെക്ക് പോസ്റ്റ് അടച്ചിടാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 3.886 കോടി രൂപയുടെ വ്യാപാരത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 200% ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തെ കാര്യമായി കുറച്ചെന്നും ലാൻഡ് പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് സോയാബീൻ, കോഴിത്തീറ്റ, പച്ചക്കറികൾ, ചുവന്ന മുളക്, പ്ലാസ്റ്റിക് തരികൾ, പ്ലാസ്റ്റിക് നൂൽ തുടങ്ങിയവ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുകയും ഉണങ്ങിയ പഴങ്ങൾ, ഈന്തപ്പഴം, സിമന്റ്, ഗ്ലാസ്, ഉപ്പ്, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 2024-25 ഏപ്രിൽ ജനുവരി മാസങ്ങളിൽ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $44.76 കോടി ആയിരുന്നു. എന്നാൽ ഇതേ കാലയളവിലെ ഇറക്കുമതി വെറും $4.2 ലക്ഷം മാത്രമായിരുന്നു. 2023-24 ഇത് യഥാക്രമം $118 കോടി $28.8 ലക്ഷം ആയിരുന്നു. 2022-23 $62.71 കോടി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തപ്പോൾ $2.01 ലക്ഷം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു. 2021-22 $51.38 കോടി കയറ്റുമതിയും $25.4 ലക്ഷം ഇറക്കുമതിയുമാണ് നടന്നത്. അതായത് കസ്റ്റംസ് തീരുവ കൂട്ടിയപ്പോൾ ഇറക്കുമതി കുറച്ചു. 2024-25 ഏപ്രിൽ ജനുവരി കാലയളവിൽ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 60% ജൈവരാസവസ്തുക്കളും ഔഷധ ഉൽപ്പന്നങ്ങളുമായിരുന്നു. പഞ്ചസാര, മിഠായി, ചില പച്ചക്കറികൾ, കാപ്പി, ചായ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ധാന്യങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വളം, പ്ലാസ്റ്റിക്, റബ്ബർ, വാഹന ഘടകഭാഗങ്ങൾ എന്നിവയാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുന്ന മറ്റ് പ്രധാന ഉൽപ്പന്നങ്ങൾ. പാകിസ്ഥാനിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതിയിൽ പഴങ്ങൾ, പരിപ്പ്, ചില എണ്ണക്കുരുക്കൾ, ഔഷധ സസ്യങ്ങൾ, ജൈവ രാസവസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ ഭാരതത്തിൽ ഏതൊരു പ്രതിസന്ധിയും നേരിടാൻ സജ്ജമാണ് ഇന്ത്യൻ സേനകൾ.